നമസ്തേ പറ എല്ലാവർക്കും. നമസ്തേ. ഓക്കെ, ചെയ്ത് തീർത്തോട്ടെ പ്ലീസ്. തിന്ന് തീർത്ത് ഗൈസ്. വിശന്നിട്ടാ ഗൈസ്. ചട്ടമ്പി ഗായ്സ്. അപ്പൊ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാൽക്കണി തോട്ടത്തില് നമ്മള് കുറച്ച് നമ്മുടെ തക്കാളിയൊക്കെ വലുതായി. അപ്പം തക്കാളി പിടിക്കാനൊക്കെ ആയി വരുന്നു. അപ്പം നമ്മള് അതിന് സപ്പോർട്ടിങ് ആയിട്ട് കുഞ്ഞു ചട്ടിയിലല്ലേ നമ്മൾ നട്ടേക്കുന്നത്. അപ്പം അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കമ്പും കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയാണ്. അതുപോലെ ജമന്തിക്കും പൂവൊക്കെ വന്നിട്ടുണ്ട്. അപ്പം വെയിറ്റ് പെട്ടെന്ന് അത് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അതിനെ തണുപ്പും കാറ്റും ഒക്കെ ആയതുകൊണ്ട് അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പെല്ലാം വെക്കുകയാണ്. പിന്നെ അതുപോലെ നമ്മൾ പയറും നമ്മുടെ കുക്കുംബറും അതുപോലെ നമ്മുടെ എന്തായിരുന്നു മറ്റേത് ചീരയും പാവിയിട്ടുണ്ടായിരുന്നു. എല്ലാം കിളിച്ചു വന്നു. വേറെ കലിപ്പുണ്ട്. ആദ്യത്തെ സെറ്റ് ചീര ഇയാള് തന്നെ അരിയിട്ട് കൊടുക്കുന്ന പ്രാവെല്ലാം തിന്ന് തീർത്ത് ഗൈസ്. വിശന്നിട്ടാ ഗൈസ്. എന്നിട്ട് അപ്പം രണ്ടാമത്തെ സെറ്റ് പാവെല്ലാം കിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇച്ചിരി വലുതായിട്ടേ ചീര പുറത്തിറക്കുന്നുള്ളു. അപ്പം പയറിനും അതുപോലെ തന്നെ നമ്മുടെ കുക്കുംബറിനും ഉള്ള പന്തലിടണം. അപ്പൊ അതിനുള്ള സ്റ്റാൻഡും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ചും കൂടി ആയിട്ട് പന്തലിട്ടാൽ മതി. അപ്പൊ ഇന്ന് എന്തായാലും നല്ല വെയിലായിട്ടുണ്ട്. നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പൊ സ്കൂളിന്റെ പണി ആയതുകൊണ്ട് ഇപ്പം അവരെല്ലാം ഫുഡ് കഴിക്കാൻ പോയിക്കോന്ന് തോന്നുന്നു, സൗണ്ട് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ഇൻട്രോ എടുത്താണ്. എല്ലാം കഴിഞ്ഞു. അപ്പം നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ചെടികളും പിടിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം ഒരുവിധം ഒരു 5 കളറ് 10 മണിയുണ്ട്. വൈറ്റ്, പിങ്ക്, അതുപോലെ പിങ്കിൻ്റെ തന്നെ നമ്മുടെ നാട്ടിലെ തട്ടായിട്ടുള്ള 10 മണിയുണ്ട്. പിന്നെ യെല്ലോ കളറുണ്ട്, പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡുണ്ട്. അപ്പം മൊത്തം അങ്ങനെ കുറച്ച് 10 മണികളുണ്ട്. പിന്നെ ഇതിവിടെ തണുപ്പത്ത് പിടിക്കുന്ന ഒരു പൂവാണ്. അപ്പം ഇതിൻ്റെയും ഒരു 5 കളറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മാറ്റി നട്ട തക്കാളികളെല്ലാം വലുതായി. പിന്നെ നമ്മുടെ മുളകിന് എന്തോ ഒരു ചെറിയ അസുഖമുണ്ട്. അപ്പം നമ്മളിന്ന് എന്തായാലും സോപ്പ് വെള്ളം തളിക്കാനാണ് പ്ലാന്. അപ്പം അസുഖം മാറുമായിരിക്കും. പിന്നെ നമ്മുടെ മുല്ല, അതുപോലെ തന്നെ നമ്മുടെ റോസ്, റെഡ്, ഓറഞ്ച്, വൈറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ കറ്റാർവാഴ അന്ന് നമ്മൾ മാറ്റി നട്ടത്. അതുപോലെ പിന്നെ നമ്മൾ കറ്റാർവാഴ വാങ്ങിച്ചതും ഉണ്ട്. അന്ന് ഇത് കിളിക്കത്തില്ലെന്ന് പറഞ്ഞ് വാങ്ങിയായിരുന്നു, അതുണ്ട്. പിന്നെ നമ്മുടെ ജമന്തിയിലൊക്കെ അത്യാവശ്യം മുട്ടൊക്കെ ആയിട്ടുണ്ട്. കമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്തോത്തിനോ തക്കാളിക്ക് വെക്കാൻ അല്ലേ അടികുട്ട. അപ്പം നമ്മളാണെങ്കിൽ കുറച്ച് കമ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ തക്കാളിക്കൊക്കെ വലുതായിട്ടുണ്ട്. അപ്പോൾ അത് കാറ്റടിക്കുമ്പം വീഴാതിരിക്കാനും വെയിറ്റ് കൊണ്ട് വീഴാണ്ടിരിക്കാനും നമ്മളൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇതിന് നല്ല നീളമുണ്ട്. നമുക്ക് ആവശ്യമുള്ളത്രയും നമുക്ക് ഒടിച്ച് വെച്ചാൽ മതി. അപ്പം നമ്മൾ ജമന്തിക്ക് ഇത് തന്നെ ചെയ്യുന്നുണ്ട്. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചതാ? ഇത്ര നീളമുണ്ട്. ഇതിനെ മുറിച്ചല്ലേ ഒക്കത്തുള്ളൂ. ഒരെണ്ണമായിട്ട് എടുത്തിട്ടുണ്ട്, ഒരു കമ്പ് എടുത്തിട്ടുണ്ട്. ഇതിന് എത്ര രൂപ ചേട്ടാ? നമ്മുടെ തൊട്ടപ്പുറത്തെ സ്കൂളിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭയങ്കര സൗണ്ടാണ് അവിടെ നിന്ന് വരുന്നത്. അതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ശംഭുചേട്ടനാണെങ്കിൽ ആ കമ്പ് കറക്റ്റ് എത്ര അളവിലാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓടിച്ച് അത് കുത്തിക്കൊണ്ടിരിക്കുകയാണ്, സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ചും കൂടെ വലിയ ബാൽക്കണി ആയിരുന്നെങ്കിൽ നമുക്കത് നിറയ്ക്കായിരുന്നല്ലേ. അപ്പം അതിനകത്ത് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ കാറ്റത്ത് ഈ കളറുള്ള പൂവേ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതാണ്. മിക്സഡ് ഒക്കെ വരുന്നുണ്ട്. വയലറ്റും വൈറ്റും അങ്ങനൊക്കെ വരുന്നുണ്ട്.
ഇവിടെ ഒരാൾ കയറി കളിക്കുവാണ്. അല്ല, വള്ളിയെല്ലാം എടുത്ത് താഴെ ഇട്ടിട്ടുണ്ട്. ചട്ടമ്പി 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 ആദ്യകുട്ട ചട്ടമ്പി. ഇപ്പൊ ആദ്യകുട്ടി വന്നിട്ട് ഇവിടോട്ട് ജസ്റ്റ് ഇറക്കിയത്. അപ്പൊ നമ്മുടെ ആ വയലറ്റ് ഒരു ചെടി അങ്ങ് വീഴുത് താഴെ ഇട്ട്. വള്ളി അയച്ചതിന്റെ സന്തോഷമാണ്. എന്താ അച്ഛനിപ്പം വഴക്ക് പറയും വള്ളി അയച്ചതിന്. നമ്മുടെ ആദ്യത്തെ തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്. ആ കമ്പ് ഇത്രയും നീളം ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള അത്ര ഒടിച്ചു എന്നിട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും നീളം വേണോ? ഇത് കൂടുതൽ വേണം യഥാർത്ഥത്തിൽ നല്ല ഹെൽത്തി തക്കാളിക്ക്. ഇതിപ്പോൾ മണ്ണ് കുറവായതുകൊണ്ട് ഇതിന്റെ കനം എത്രത്തോളം വരെ ഇതിനകത്ത് എത്രത്തോളം പിടിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. നോക്കാം എന്തായാലും. ആ കമ്പും തക്കാളിയുടെ ഇതുമായിട്ട് ചേർത്ത് ജസ്റ്റ് കെട്ടുവാണ്. ജസ്റ്റ് ഒന്ന് കെട്ടുവാണ്. നല്ല ഇതിന്റെ ഇത് കണക്കുവാണെങ്കിൽ അങ്ങനത്തെ രീതിയിൽ വെക്കാം എന്നുള്ള രീതിയിലാണ് വെച്ചേക്കുന്നത്. തക്കാളിയൊക്കെ പിടിക്കുമായിരിക്കും ശംചേട്ടാ? ഞാൻ നട്ടത് കൊണ്ട് പിടിക്കാൻ ചാൻസ് ഉണ്ടല്ലേ? ഹെൽത്തി അല്ല, നോക്കാം. 2 തക്കാളിയല്ലേ? നല്ല വെയിലുണ്ട്. ഇത് എത്രത്തോളം ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ 2 തക്കാളിയും 2ആയിട്ട് കമ്പ് വെച്ച് കെട്ടുക കേട്ടോ. കാരണം 2നെയും കൂടെ ചേർത്ത് ഒരുമിച്ച് കെട്ടിയ തക്കാളി പിടിക്കുമ്പോൾ ചിലപ്പം വെയിറ്റ് താങ്ങാൻ ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ, അതായത് നമുക്ക് ഒരു തക്കാളി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 1 കിലോ തക്കാളിയാണ് അല്ലേ? യോ അണ്ട വന്നിട്ടുണ്ടേ. കാല് മൊത്തം വള്ളിയായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരാള് ജസ്റ്റ് ഒന്ന് ഒടിക്കാനുള്ളതേ ഉള്ളു അല്ലേ കമ്പ്. അടുത്ത വെക്കാണ്. മേളോ ചട്ടമ്പി. ജമന്തിക്ക് കൊടുക്കണോ ശംചേട്ടാ? നല്ല വെയിറ്റ് ഉള്ള പൂവായിരിക്കും പിടിക്കുന്നത്. ചട്ടിയെ ഒരുപാട് ഇല്ല ഇത്. ഇത് 2 കമ്പ് വെച്ചിട്ട് സെറ്റാക്കി. അപ്പൊ ശംഭുചേട്ടന് ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ അല്ലൻവർ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട്. അവിടെ ആണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വാങ്ങാൻ കിട്ടും. ഗാർഡനിങ്ങിൻ്റെ ആണെങ്കിൽ എല്ലാ ഐറ്റംസും അവിടെ വാങ്ങാൻ കിട്ടും. ക്രാഫ്റ്റിൻ്റെ എല്ലാ ഐറ്റംസും കിട്ടും. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിതെല്ലാം വാങ്ങിച്ചത്. അപ്പം ഓരോന്നായിട്ട് ശംഭുചേട്ടൻ ഇങ്ങനെ കെട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തക്കാളിക്കെല്ലാം നമ്മൾ ഈ ഇടയ്ക്ക് ഹെൽത്ത് സെൻറ്ററിൽ പോയപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു തക്കാളിക്ക് ഇങ്ങനെ സപ്പോർട്ടിങ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് നമ്മൾ ഓർത്ത് അയ്യോ ഇത് ചെയ്യണമല്ലോ എന്ന്. അപ്പം നമ്മൾ പെട്ടെന്നത് വാങ്ങി എല്ലാം ചെയ്തു. കാരണം ഇപ്പം തണുപ്പ് ഭയങ്കര കാറ്റുമാണ്. ഇവിടെ ഒരുത്തി കാണിച്ചത് ഇതിന്റെ അറ്റം ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിക്കും? എവിടെയാണ് ഇതിന്റെ അറ്റം? ഓക്കെ കിട്ടിയാ? ആദ്യക്കുട്ടി ആ വള്ളി ഫുള്ള് ചുറ്റിച്ച് വെച്ചേക്കുമായിരുന്നു. പിന്നെ അവസാനം ശംഭുചേട്ടൻ അതിൽ നിന്ന് അറ്റമൊക്കെ കണ്ടെത്തി വീണ്ടും പണി തുടങ്ങുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശംഭുചേട്ടൻ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കഥയും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. നമ്മളാണെങ്കിൽ ആ റോസിന് മണ്ണ് മാറ്റി കൊടുത്തപ്പോഴത്തേക്കിന് റോസാപ്പൂ എല്ലാം പഴയ പോലെ നല്ലതായിട്ട് പിടിക്കാൻ തുടങ്ങി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മണ്ണ് മാറ്റി കൊടുക്കണം. ഇയർലി വൺസെങ്കിലും മണ്ണ് മാറ്റി കൊടുക്കണം. 1 വർഷം കഴിഞ്ഞപ്പോഴായിരുന്നു നമ്മുടെ ഇത് പന്നപ്പൂ പിടിക്കാൻ തുടങ്ങിയത്. ഈ വർഷം മണ്ണ് മാറ്റി കൊടുത്തപ്പോ സെറ്റ്. ആദ്യ കുട്ടി അടുത്തത് കിട്ടിയിട്ടുണ്ട്.
ആദ്യക്കുട്ടി അവിടെ ഒരു കാർഡ്ബോർഡ് ഇട്ടിട്ടുണ്ട്, അതിനകത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ തക്കാളി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6 മൂടങ്ങാണ്ടേ ഉള്ളൂ. അപ്പം അതെല്ലാം ഏകദേശം കഴിയാറായിട്ടുണ്ട്. പിന്നെ നമ്മളന്ന് തക്കാളി പാകിയ ചട്ടിയിൽ കുറേ തൈകൾ നിൽപ്പുണ്ടായിരുന്നു. നമുക്ക് ചട്ടി കുറവായതുകൊണ്ട് നമ്മൾ കുറച്ചേ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ നല്ലത് നോക്കിയിട്ട്. അപ്പം ബാക്കിയൊന്നും നമ്മൾ പിഴുതും കളഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ചട്ടി നിറച്ചും ആ പാകി കിളിച്ചു വന്ന തൈകളെല്ലാം നിൽപ്പുണ്ട്. തക്കാളി സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മൾ പാകിയ തക്കാളികൾ കിളിച്ച് വന്നതാണ് കേട്ടോ. ഇത് നമ്മളൊന്നും ചെയ്തില്ലായിരുന്നു. ഇതിൽ നമ്മളിപ്പം ആരോഗ്യം കുറഞ്ഞതിനെല്ലാം കളഞ്ഞിട്ട് ആരോഗ്യമുള്ള ഒന്നിനെയോ രണ്ടിനെയോ നിർത്തിക്കും കേട്ടോ. 2 അറ്റത്തായിട്ടേ ഇത് പിടിക്കാത്തത് കണ്ടോ. ഇതിപ്പം ഒരേ സമയത്ത് വെച്ചാണ്, പക്ഷെ മാറ്റി മാറ്റി നട്ടത് വലുതായി, ഒരുമിച്ച് നിന്നത് വലുതായില്ല. ശംഭുചേട്ടനാണെങ്കിൽ അതിൽ നിന്ന് ഓരോന്നായിട്ട് പിഴുത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഓരോന്നായിട്ട് എടുക്കാൻ അതിൽ നിന്ന് പറ്റുന്നില്ല. കാരണം മണ്ണ് അടിയിലോട്ട് വെള്ളം ചെന്നിട്ടില്ല. അടിത്തട്ടിൽ അടിയിലത്തെ സെക്ഷനിൽ മണ്ണിന് നനവില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഇളകി വരുമായിരുന്നു. മാത്രമല്ല അതിനകത്തിൽ ഒന്നും അത്ര ഹെൽത്തി ആയിട്ട് തോന്നുന്നില്ല. പിന്നെ ശംഭുചേട്ടൻ എല്ലാം കൂടെ വലിച്ചങ്ങ് എടുത്തു. എന്നിട്ട് അതിനകത്ത് നിന്ന് നമുക്ക് കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നിയ 2 എണ്ണത്തിനെ 2 അറ്റത്തായിട്ട് വെച്ചിട്ടുണ്ട്. അതിനും ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ ചട്ടിയിലും 2 ചട്ടിയിൽ നമ്മൾ പാവിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ 2 എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം നോക്കിയപ്പോഴാണ് 2ാമത്തെ ചട്ടിയിൽ ഒരു കുഞ്ഞി ജമന്തി തൈ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ജമന്തി തൈ നമ്മൾ മാറ്റി നട്ടു. ഹലോ ഹലോ ആദിക്കുട്ടിയുടെ പാട്ടാണ് കേട്ടോ. കാച്ചും കാച്ചും കാച്ചും. ഈ പാട്ട് ആര് പഠിപ്പിച്ചേ? അമ്മയാണോ പഠിപ്പിച്ചേ? ഇതൊന്ന് ചെയ്ത് തീർത്തോട്ടെ പ്ലീസ്. ആദ്യക്കുട്ടി അവിടെ കിടന്ന് ഫുള്ള് മേളമായിരുന്നു. പിന്നെ ഒരു തക്കാളിയും ജമന്തിയും, ഞാൻ പറഞ്ഞല്ലോ ഒരു ജമന്തി തൈ ഇട്ടിരുന്നു, അതും കൂടി ചേർത്ത് ഒരു ചട്ടിയിൽ അങ്ങ് വെച്ചു. അപ്പം അതിന് ഈ പറഞ്ഞ പോലെ സപ്പോർട്ടിങ് കൊടുക്കാനായിട്ട് ആയിട്ടില്ലായിരുന്നു. നമ്മൾ കറ്റാർ വാഴയ്ക്കകത്ത് ഒരു തക്കാളി വെച്ചിട്ടുണ്ടായിരുന്നു. കറ്റാർ വാഴ പിടിക്കത്തില്ലെന്നും പറഞ്ഞു. അപ്പം കറ്റാർ വാഴയും പിടിച്ചു, തക്കാളിയും പിടിച്ചു. പക്ഷെ കറ്റാർ വാഴ നന്നായിട്ട് പിടിച്ചല്ലേ. അത് നമ്മളന്ന് താഴെ മഴയത്ത് കാറ്റത്ത് താഴെ വീണില്ലായിരുന്നു, വണ്ടി കയറി ഇറങ്ങിയായിരുന്നു. അതിൽ നിന്ന് കിട്ടിയ ഒരു തണ്ടൊടിച്ച് വെച്ചതാണ്. അത് കിളിച്ചെന്തായാലും. അപ്പം നമ്മുടെ തക്കാളിക്കുട്ടന്മാർക്കെല്ലാം സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ശംഭുചേട്ടൻ ഓരോ ജമന്തികളായിട്ട് എടുത്തുകൊണ്ട് വരുവാണ്. ഓരോ ജമന്തിയിലും നല്ല മുട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. 2 മുട്ടൊക്കെ വെച്ചിട്ട് ചിലതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പം ജമന്തിക്ക് ശംഭുചേട്ടൻ ഇങ്ങനെ കമ്പ് വെച്ചിട്ട് സപ്പോർട്ട് കൊടുക്കണം. ജമന്തിക്കാണെങ്കിൽ മെയിനായിട്ടും ഈ പൂവിന് വെയിറ്റ് ഉള്ളതുകൊണ്ട് കാറ്റടിക്കുമ്പം വീഴാനോ അതുപോലെ തന്നെ വെയിറ്റ് താങ്ങാനോ പറ്റുമോ എന്ന് അറിയത്തില്ല. നമ്മൾ വെച്ചേക്കുന്നത് ഒരു കുഞ്ഞ് ചട്ടിയിലാണല്ലോ, അപ്പോൾ അത് എത്രത്തോളം അത് സെറ്റാവുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എല്ലാത്തിനും സപ്പോർട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് നമ്മുടെ ഈ ജമന്തിയിലൊക്കെ ഇങ്ങനെ പൂവൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനിത് ശംഭുചേട്ടൻ്റെ ഓഫീസിൻ്റെ പ്രോഗ്രാമിന്, ഓണ പ്രോഗ്രാമിന് അത്തപ്പൂക്കളിടാൻ വാങ്ങിച്ച പൂവൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അത് കൊണ്ട് പാവിയതാണ്. കുറച്ചേ കിളിച്ചുള്ളൂ, പക്ഷെ കിളിച്ചത് ഞാൻ മാറ്റി നട്ടു. അപ്പം അതിൽ പൂവൊക്കെ പിടിക്കുന്നതാണ് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ വീട്ടിൽ അതിപ്പം എവിടെയാണെങ്കിലും നമ്മുടെ വീട്ടിലൊരു പൂവൊക്കെ പിടിച്ച് നിൽക്കുന്ന കാണാൻ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ മനസ്സ് നിറയുന്ന കാഴ്ചയാണ് അതൊക്കെ. അപ്പം ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിലും ശംഭുചേട്ടനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. അപ്പം അതിനകത്തിൽ ഞങ്ങൾ ഒരു കോംപ്രമൈസും ചെയ്യാറില്ല. നേരത്തെ തൊട്ടേ നമ്മുടെ കയ്യിൽ 10 മണിയാണെങ്കിൽ 10 മണിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ചും കൂടി നമ്മൾ പാകി കിളിപ്പിച്ച് സാധനങ്ങൾ എടുക്കാറാണ് പതിവ്. ഇപ്പം ലുലുന്ന് തക്കാളി വാങ്ങിച്ച് പാകിയതാണ് ആ തക്കാളി. നമ്മൾ കറി വെക്കാൻ വാങ്ങിച്ച തക്കാളിയിൽ നിന്ന് അതെടുത്ത് ഞാൻ പാകിയതാണ് ആ തക്കാളിയാണെങ്കിലും. മുളകൊക്കെ നമ്മളല്ലാതെ ചെടിയായിട്ട് തന്നെ വാങ്ങിച്ചാണ്. അത് കാന്താരിയാണല്ലോ, വയലറ്റ് കാന്താരിയാണ്. അതല്ലാതെ നമുക്ക് കിട്ടത്തില്ലല്ലോ. അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ മുല്ല വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഇതുവരെ പൂവൊന്നും പിടിച്ചില്ല. ഒരു വട്ടം മുട്ട് വന്നു, പക്ഷെ അതങ്ങ് വാടിപ്പോയി, അങ്ങനെ ആയിപ്പോയി. പിന്നെ ഇതുവരെ പൂവൊന്നും പിടിച്ചിട്ടില്ല. പിന്നെ തണുപ്പ് സമയമാണ്, ഇപ്പം പിടിക്കേണ്ടതാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതുവരെ പൂവൊന്നും വന്നിട്ടില്ല.
അപ്പം ശംഭുചേട്ടനാണെങ്കിൽ ഇങ്ങനെ ജമന്തിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജമന്തിയുടെ പൂ പിടിക്കുമ്പോൾ ഞാൻ എന്താണെങ്കിലും നല്ലൊരു വീഡിയോ ഇടുന്നതായിരിക്കും. കാരണം നല്ല രസമായിരിക്കും ജമന്തി, വലിയ പൂവും കൂടിയല്ലേ, അപ്പം നല്ല രസമായിരിക്കും അതിങ്ങനെ വിരിഞ്ഞ് കുറേ നിൽക്കുന്ന കാണാനായിട്ട്. അപ്പോൾ ശംഭുചേട്ടനാണെങ്കിൽ എല്ലാ ചെടിയുടെയും ചെടിച്ചട്ടിയിൽ കുറച്ച് മണ്ണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിലെ കുത്തി വെള്ളം ഒഴിക്കുന്നതുകൊണ്ടിട്ട് മണ്ണ് ശരിക്കും പോകുന്നുണ്ട്. അപ്പം ഞാൻ മണ്ണെടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നാണെങ്കിൽ പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ ചെടിക്ക് ഒഴിക്കാൻ വേണ്ടി മറ്റേ ഡ്രോപ്പായിട്ട് വരുന്ന ആ ഒരു വെള്ളം ഒഴിക്കുന്ന അതും സാധനം കൂടെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതും വാങ്ങണം ഇന്ന്. അപ്പം അതാകുമ്പോൾ മണ്ണിങ്ങനെ പോകത്തില്ല. ഇത് ഫുള്ള് മണ്ണ് പോകുന്നുണ്ട് നമ്മളിങ്ങനെ കുത്തി ഒഴിച്ചൊഴിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ശംഭുചേട്ടനാണെങ്കിൽ നമ്മൾ പയറൊക്കെ പാവിയിട്ടുണ്ടായിരുന്നു, പയറും കുക്കുംബറും. അപ്പോൾ അതിന് പന്തലിടാൻ വേണ്ടിയിട്ട് ഉള്ള സ്റ്റാൻഡെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ 2-3 കമ്പുകളുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ശംഭുചേട്ടൻ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ ഒരു സാധനം ഇവിടെ നിന്ന് ഇങ്ങനെ കയർ കെട്ടി ഇതിൽ കെട്ടി വെക്കുന്നതാണ്. അപ്പം ഇതിവിടെ നമ്മൾ കേബിൾ ടൈ കൊണ്ടാണ്. അത്യാവശ്യം നല്ല ബലമൊക്കെ ഉണ്ട് കേബിൾ ടൈക്ക്. അത് ജസ്റ്റ് ഇനി ഇവിടെ കൂടെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ആ ആട്ടം നിൽക്കും. ഈ കമ്പിന് നമ്മുടെ കയ്യിലുള്ളത് ചെറിയ ലെങ്ത് ആയതുകൊണ്ടാണ്. അപ്പോൾ രണ്ടാമത്തെ കമ്പും ശംഭുചേട്ടൻ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേബിൾ ടൈ വെച്ചിട്ട്. അപ്പോൾ ഈ കേബിൾ ടൈയും സാധനം എല്ലാം നമ്മൾ അല്ലന്നൂറിൽ നിന്നായിരുന്നു വാങ്ങിച്ചത്. കൺസൾട്ടന്റ് വന്നിട്ടുണ്ട്. കൺസൾട്ടന്റ് വന്ന് അതിന്റെ ബലവും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണ്. പക്ക സ്ട്രോങ് അല്ലേ? ആ മറ്റേതും കൂടെ നോക്ക്. ബലമൊക്കെ ടെസ്റ്റ് ചെയ്യാണ്. അതിന് ലെങ്ത് കുറവായതുകൊണ്ടാണ് താഴോട്ട്. അതിപ്പം മേളിൽ നിന്ന് ഈ ചീച്ചി പെണ്ണിന്റെ കരച്ചിൽ കാണിച്ചു തരാം. കണ്ടോ, ക്യാമറ ഓണായെന്ന് മനസ്സിലായി. ആദ്യക്കുട്ട ഈ ചീച്ചി പെണ്ണ് വെയിലത്തൊന്നും ഇച്ചിരി ഇങ്ങോട്ട് കയറിക്ക്. കാച്ചും കാച്ചും പാട്ട് പാടിയേ. കാച്ചും 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 പാട്. ആദ്യക്കുട്ടി ഇങ്ങനെ പാപ്പം കഴിക്കുന്നേ. അമ്മമ്മമ്മമ്മം. എങ്ങനെ പാപ്പം കഴിക്കുന്നേ? നന്നല്ല, അമ്മമ്മമ്മം. ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല അമ്മേ. അമ്മമ്മമ്മം. പാപ്പം കഴിക്കുന്ന എങ്ങനെ ആദ്യക്കുട്ടി? കച്ചും കാച്ചും പാട്ട് പഠിക്കേ. കാച്ചും 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 പാട്ട് പഠിക്കേ. അമ്മ. ആദ്യക്കുട്ടൻ പാപ്പം കഴിക്കുന്നത് അമ്മമ്മമ്മം. കാച്ചും കാച്ചും കാച്ചും. ആദ്യക്കുട്ടിന്റെ പാറ്റാണ് ഇതൊക്കെ. അപ്പൊ ഇങ്ങോട്ട് ഇറക്കിയിട്ട് ആദ്യക്കുട്ടി എല്ലാം തീർത്ത് തരും. 8 മണിയുടെ എല്ലാം കഴിഞ്ഞിട്ട് ശംഭുചേട്ടനാണെങ്കിൽ അവിടെ ഫുള്ളും മണ്ണൊക്കെ കിടക്കുന്ന എല്ലാം തൂത്തു വാരിക്കൊണ്ടിരിക്കുകയാണ്. ആര് പറഞ്ഞു മ്യാവൂ നാനാ നിങ്ങളുടെ കാത്തു എന്നോടൊപ്പം കൂടാൻ ആർക്കാണിഷ്ടം. തൂത്തുവാരലും പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ശംഭുചേട്ടൻ അത് നല്ല ഇതായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഓർഡറിൽ എല്ലാം വൃത്തിയായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശംഭുചേട്ടൻ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോന്നെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ആദ്യക്കുട്ടി ഞാനിവിടെ കളിയാണ്. എല്ലാവർക്കും നമസ്തേ. ഓക്കെ, ഇനി കൈ കൊട്ടി കാണിച്ചേ. കൈകൊട്ട് കൈകൊട്ട് കൊട്ട്. കൊട്ടത്തില്ലേ? ഒരു ഉമ്മ കൊടുത്തേ, എല്ലാവർക്കും ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. ഉമ്മ. ഓക്കെ, അപ്പം നമ്മുടെ തോട്ടത്തിന്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പം അടിപൊളിയായിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ടാറ്റ കൊടുത്തേ. ടാറ്റ കൊടുക്കടി. കളിപ്പന്നെ ടാറ്റ കൊടുക്ക്. ടാറ്റ.
പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ. ആദ്യക്കുട്ട ടാറ്റ ടാറ്റ പറ ടാറ്റ. ടാറ്റ.